മക്കളെ അനുഗ്രഹിക്കുന്ന വചനങ്ങൾ. ദ വേർഡ്സ് ദാറ്റ് ബ്ലെസ്സസ് അവർ ചിൽഡ്രൻ. അനേക മക്കൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ആൻറ്റി മക്കളെ അനുഗ്രഹിക്കുന്ന കുറേ വചനം അയച്ചു തരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, പക്ഷേ ഞാൻ വിചാരിച്ചു വചനമായിട്ട് തന്നെ ഇന്നങ്ങ് പറയാം. ആർക്ക് എപ്പോഴും ഞാനിത് ഓരോരുത്തർക്കായിട്ട് അയച്ചു കൊടുക്കുന്നതിൽ എളുപ്പം. എത്രയോ വചനങ്ങൾ വേദപുസ്തകത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നുമുണ്ട്. അത് മാത്രം എടുത്തിട്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വചനം അയച്ചു പ്രാർത്ഥിച്ചാൽ വചനം പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. പിന്നെ ഏത് വചനം അയക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സത്യമാണ്. വേദപുസ്തകം വ്യക്തമായിട്ട് അറിയത്തെങ്കിൽ എവിടെയാണ് ദൈവത്തിന് അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, എവിടെ മക്കളെ അനുഗ്രഹിക്കുന്ന ഏത് അറിയാൻ പാടാം. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വചനങ്ങൾ എടുക്കാൻ പോകുന്നത്. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഏകദേശം 10-20-21 വാക്യങ്ങളുണ്ട്. ഒരു 2 സെഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്തിനാണ് മക്കളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തിയിൽ പോലും ദൈവം ആദ്യത്തിനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം സന്താനപുഷ്ടിയുള്ളവരാകുക. ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ആൻഡ് ബി ഫ്രൂട്ട്ഫുൾ. ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളുടെ തന്നെ നമുക്കുള്ള മക്കളെ ദൈവം ആദത്തിൻ്റെ അവ്വായും ഇവിടെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. അതുപോലെയുള്ള മക്കളെ വീണ്ടും 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 ഉണ്ടാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഏദൻ തോട്ടത്തിൽ ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും കരുതുന്നത് പോലെ കരുതി. നല്ല AC പോലെ ഫലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, വെള്ളത്തിനകത്ത് മത്സ്യമുണ്ട്, കിടക്കാൻ സുഖമുണ്ട്, ടെമ്പറേച്ചർ ഗ്ലോറി തൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം പോലെ നിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തായിരുന്നു വേണ്ടിയത് എല്ലാം കൊടുത്തു. എന്നിട്ട് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും ഉണ്ടായ മനുഷ്യൻ പാമ്പിൻ്റെ പിശാചൻ്റെ അടിമത്വത്തിലായിപ്പോയി. അതോടുകൂടി ദൈവരാജ്യം അവിടെ മാറുകയാണ്. പരദീസയിൽ പിന്നെ നമ്മളെ നിർത്താൻ വയ്യ. കാരണം ആത്മാവ് മരിച്ചു. ആത്മാവ് തേജസ്സായിട്ട് എൻ്റെ പുറത്ത് നിന്നത് മാറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നഗ്നനാണെന്ന്. അങ്ങനെ ആദ്യമായിട്ട് ദൈവം ഒരാടിനെ 1-2 ആടിനെ അവിടെ വെച്ച് അറുത്ത് അതിൻ്റെ തോലുടിപ്പിച്ചിട്ടാണ് വിടുന്നത്. നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോഴേ ദൈവം എത്ര കാര്യമായിട്ട് എത്ര നന്മ കൊണ്ട് നിറച്ചാലും മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മണ്ണിനടുത്താന്ന് പറയുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇറ്റ് ഹാപ്പൻഡ്. അതോടുകൂടി ആത്മാവ് മരിച്ച മനുഷ്യൻ ഫോട്ടോകോപ്പി എടുത്ത് ഇപ്പോൾ മനുഷ്യനാണെന്നുള്ള ബോധം പോലും മാറിയിരിക്കുക. കറക്റ്റല്ലേ? അതുകൊണ്ടല്ല ഈ ട്രാൻസ്ജെൻഡർ, അതായത് ആണാണോ പെണ്ണാണോ ആണാന്നൊന്ന് കൊച്ചു പിള്ളേർക്ക് അറിഞ്ഞുകൂടും. സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കത്തില്ല ആണാണോ പെണ്ണാണോ എന്ന്. അത് അവർ 12 വയസ്സ് വരെ തീരുമാനിച്ചിട്ട് തന്നെത്താനെ തീരുമാനിക്കണം. എന്നെ പഠിപ്പീര. വേദപുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്കവിടെ എഴുതിയിട്ടുണ്ട് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഈ ബിബ്ലിക്കൽ ട്രൂത്ത്, അതായത് സത്യവചനം അറിയാൻ വയ്യാത്ത മനുഷ്യർ ദൈവത്തിനെ കോട്ടിക്കാണിക്കുമ്പോൾ സത്യവചനം അറിയാവുന്ന നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നത് സത്യത്തിൻ്റെ ഒരു രാജ്യമാണ്, അതായത് സ്വാതന്ത്ര്യ രാജ്യമാണ്. അവരതിനുവേണ്ടിയാണല്ലോ അമേരിക്കയിൽ പോയത്. എന്നിട്ട് ഒരു 200 വർഷമായപ്പോഴത്തേക്ക് ദൈവം അങ്ങ് മാറി. കാരണം സുഖം കൂടുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മറക്കുന്നു. നാച്ചുറലാണത്. എല്ലാം എനിക്ക് തന്നെ. അത് വന്നപ്പോൾ ഇപ്പം എന്ത് പറ്റി? ഇപ്പം നമുക്ക് കൊച്ചുമക്കളെ സ്കൂളിൽ വിടാൻ പ്രയാസമായി മാറിയിരിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഹൈസ്കൂൾ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് പഠിപ്പീര് തെറ്റിക്കുകയാണ്. ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്നും ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ള ബോധമില്ലെങ്കിൽ നമ്മൾ തന്നെ ഞാൻ ആണാണെങ്കിൽ ഞാൻ ആണായിട്ട് പെരുമാറും, പെണ്ണാണെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് പെണ്ണാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതാണ് ജെൻഡർ അറിഞ്ഞുകൂടാ. അപ്പോൾ വേദപുസ്തകത്തിലെ സത്യങ്ങൾ പോലും അറിയാൻ വയ്യാത്ത കാലത്ത് മക്കളെ അനുഗ്രഹിച്ച് പഠിപ്പിക്കണം. അവർ ആണിനെ ആണെന്നും പെണ്ണിനെ പെണ്ണെന്നും. അതിനിടയ്ക്ക് വേറൊരു ദുഷ്ടശക്തി ദൈവാത്മാവിനെതിരായിട്ട് കയറാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ജനിച്ചവൻ ഷണ്ണന്? അത് പാപത്തിൻ്റെ ഇഫക്റ്റാണ്, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ബലം നമുക്കുണ്ടാകണം. ഇതാണ് എൻ്റെ ഭവനത്തിൽ ഇതൊക്കത്തില്ല എന്ന് പറയണം. യെശയ്യാ 54:13.
നിൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമാകുന്നു. എന്താണ്? എൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമാകുന്നു. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ഇട്ടുതരുന്നതാണ്. അതുകൊണ്ടാണ് ചില വ്യക്തികളെ കാണുമ്പം പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ഈ മുട്ടോളം വെള്ളത്തിനകത്ത് അവർ നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോയെന്ന്. അപ്പോൾ അവർ പറയും, അയ്യോ തലമുറയായിട്ട് പ്രാർത്ഥനയുള്ള വീടാണെന്ന് പറയും. അതെങ്ങനെ ഞാൻ അറിഞ്ഞു? മുട്ടോളം വെള്ളമാണ്, ജീവൻ്റെ വെള്ളത്തിൽ അവർ നിൽക്കുന്നത്. അവർക്ക് ഐശ്വര്യം എങ്ങനെ വരാതിരിക്കും? അവർക്ക് ദൈവത്തിൻ്റെ കൃപ വരാതിരിക്കുന്നത് എങ്ങനെയാണ്? പറ. നമുക്കിതെല്ലാം അറിയാമോ? അത് നമ്മൾ പറയുകയാണ്. ഇന്ന് അറിയാമെങ്കിൽ ഇന്ന് പറയണം. എൻ്റെ മക്കൾ എല്ലാവരും, ഒരാളെ മാറ്റി നിർത്തണ്ട, യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. അത് കേൾക്കുവന്നേ. ദൈവത്തിൻ്റെ ഉപദേശം കേട്ടാൽ കേൾക്കാതിരിക്കുക. കർത്താവ് ധൈര്യമായിട്ട് വന്ന് വാവുണ്ട് പറഞ്ഞ് ആരാ കേൾക്കാതിരിക്കുന്നത്? കേൾക്കുമെന്ന്. പിശാചിൻ്റെ മുമ്പിൽ ദൈവം വന്ന് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കാണാം ഈ ദുഷ്ടാത്മാക്കൾ ചിലരെ ഉപദ്രവിക്കാൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുവാനിട്ട് ചൂടും. ഒന്നും പറയണ്ട. ആർ യു കോളിങ് ഹിം? വിളിച്ചു വരുത്തുന്നുണ്ടോ? വിളിച്ചു വരുത്തണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം നമ്മുടെ ഭവനം. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹ വാക്യങ്ങൾ യെശയ്യാൻ അതിനകത്ത് എടുക്കുന്നത്. യെശയ്യാ 65:23 ദൈവാത്മാവ് നമ്മുടെ കൂടെ നിന്ന് മക്കളെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പം ഈ വാക്യങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് നിങ്ങൾ തന്നെത്താനെ ഒരു ഡയറി പോലെ ഉണ്ടാക്കിയിട്ട് അത് അല്ലെങ്കിൽ മക്കളുടെ മേശപ്പുറത്ത് 1, 2 പോലെ എഴുതിയിട്ട് കൊടുക്കണം. അവർ എല്ലാ വാക്യം എപ്പോഴും വായിക്കാൻ ഒക്കൂല. പക്ഷേ കുറച്ചെങ്കിലും എടുത്ത് വായിപ്പിച്ച് അവരെ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഇത് ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. 65:23 യെശയ്യാ 65:23 അവർ വൃഥ അധ്വാനിക്കത്തില്ല. നമ്മുടെ മക്കളൊക്കെയാണ്. ആപത്തിനായിട്ട് അവർ പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. എന്തൊരു അനുഗ്രഹമല്ലേ! ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഈ ദൈവം എന്നെ വിട്ടേച്ചെങ്ങും പോകത്തില്ല. അവൻ കേൾക്കും 1000 വട്ടം അവനോട് പറയുവിൻ. നമ്മളോട് പറ. സംശയം, അയ്യോ എൻ്റെ മക്കൾ പരീക്ഷ എഴുതത്തില്ല. ഈ വാക്യങ്ങൾ ദയവ് ചെയ്തിത് വാക്യങ്ങൾ കേട്ടിത് വായിച്ചൊരു 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. കാരണം എല്ലാവരോടും എനിക്ക് ഒരേ ഉപദേശമേ പറയാനുള്ളൂ. ജെറമയ 29:11 ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുള്ള വാക്യങ്ങൾ എല്ലാവരും പഠിക്കുക. 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ വേറെ അടുത്ത് പറയുന്നുണ്ടല്ലോ. യെശയ്യാ 55 ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളിലും വലുതാണ്. ആ ചിന്ത എന്തെന്നറിയണേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയും, തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര. പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കേ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇതൊക്കെ എടുത്ത് വായിക്കേ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവ. ആരാണ് കാണിക്കുന്നത്? യഹോവ. ദൈവത്തിൻ്റെ വാക്യത്തിന് തെറ്റ് പറ്റും? ഒരിക്കലും ഇല്ല. ദൈവത്തിൻ്റെ വാക്യം തെറ്റത്തില്ല. കർത്താവിൻ്റെ വചനം എല്ലിനും അത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ പ്രിസൈസായിട്ട് അത് ചെന്ന് കൊള്ളും. അത് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അയക്കുന്നത് എനിക്കറിയാം എത്രമാത്രം. ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാൻ ഒരു കാലത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ ജീവൻ വെച്ചിങ്ങോട്ട് കടന്നു വരും. നമ്മൾ മനസ്സുകൊണ്ട് കാണണം. എപ്പോഴാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ, പക്ഷെ തീർത്തും അത് പ്രവർത്തിക്കും. യെശയ്യാ 59:21 59:21 പറയുന്നത് 3 തലമുറയോളം ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ അവകാശമാണ്. അത് പറഞ്ഞ് നേടിയെടുക്കുക. 59:21 ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ, ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഇതാകുന്നു എന്നോ യഹോവ അരുളിച്ചത്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും നിൻ്റെ വായിൽ നിന്ന് നിൻ്റെ സന്തതിയുടെ വായിൽ നിന്ന് നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും
ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 3 തലമുറ എൻ്റേത്, എൻ്റെ മക്കളുടെ, എൻ്റെ മക്കളുടെ മക്കളേൽ. പിന്നെ അവർ പ്രാർത്ഥിച്ച് ബാക്കിയുള്ളവരോട് പോകണം. 3 തലമുറയായിട്ട് പോകത്തില്ലെന്ന് ദൈവം വചനം കൊണ്ട് ഒപ്പിട്ട് രക്തം കൊണ്ട് മുദ്ര ചെയ്ത് തന്നിരിക്കുക. എടുത്ത് വായിക്കാതിരുന്ന എങ്ങനെയാണ് കാര്യം നടക്കുന്നത്? എടുത്ത് വായിക്കുക. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുകയാണ്. പിന്നെ കർത്താവ് പറയുന്നത് യെശയ്യാ 48:17 ഓരോ വാക്യവും ഓരോ സമയത്ത് ദൈവം നമ്മളോട് തരുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി എടുത്തുപയോഗിക്കുക. 17 ഇങ്ങനെ: നിൻ്റെ മക്കൾ ബന്ധപ്പെട്ട് വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടു പോകുന്നു. നമ്മൾ മക്കളെ ഉപദ്രവിച്ചവരൊക്കെ പോകുന്നു. ഈ വചനം എടുക്കുമ്പം പറയാണ്, എന്നാണ് നീ അവരെയൊക്കെ ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കി കെട്ടുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പോരെ, ഇനി അത് ബാക്കി അങ്ങോട്ട് വായിച്ച് നോക്കാം, നേരെ അറിയാം. ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. നമുക്കിവിടെ വെച്ച് നിർത്താം. അടുത്ത ദിവസം ബാക്കിയും കൂടെ കുറേ പറഞ്ഞെടുക്കാം. വചനങ്ങൾ എഴുതിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് എഴുതിയിട്ട് ദിനം പ്രതി വായിക്കുക. നാഥ, മക്കളെ അനുഗ്രഹിക്കുക എന്ന്. അതിനെന്തുമാത്രം വാക്യങ്ങളാണ് വേദപുസ്തകത്തിൽ. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമിയിൽ അവരെ അനുഗ്രഹപാത്രമാക്കുന്നിടം വരെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ വചനമയച്ചു പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ വചനങ്ങൾ ഓരോന്നും നിൻ്റെ ജീവനാണ്. ദൈവം വചനമാണ്, വചനം ദൈവമാണ്. ആ വചനം ചെന്നുകൊണ്ടിട്ട് മക്കളുടെ മേൽ, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ചെന്നുകൊണ്ടിട്ട് അവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല. അവരുടെ വികടബുദ്ധി, റെബല്യസ് സ്പിരിറ്റ്, അതോടെ അഴിഞ്ഞു പോകുന്നു. ദൈവത്തിൻ്റെ വചനം നിരന്തരം എങ്ങനെയാണ് പിച്ച? തീ പോലെ, പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും തീ പോലെയും ചെന്ന് കൊണ്ടിട്ട് ദുഷ്ടനെ അടിച്ചു മാറ്റി അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇത് ചെയ്യുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.